എൻ്റെ മക്കളെ, ഇതൊന്ന് കറക്റ്റൊന്ന് മനസ്സ് വെച്ചാൽ ഇത് ഭയങ്കരമായിട്ടുള്ള ഹാർവെസ്റ്റ് ചെയ്യണതാണ്. കാര്യം ഇത് ഉടമ്പടിയല്ലേ. അപ്പോൾ ദൈവ പൈതലായിട്ട് നമ്മൾ പെട്ടെന്ന് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്. അതായത് ഓരോ വിഷയത്തിനും. അപ്പോൾ സിറിയ അനീഷിന് സാക്ഷ്യം ഉടമ്പടി എടുക്കാൻ വേണ്ടി ഇവിടെ വരാനുള്ള ചുറ്റുപാട് വീട്ടിലില്ല, ഇവിടെ അനുവദിക്കത്തില്ല. അതാണ് പ്രശ്നം. പക്ഷേ ഉടമ്പടി സത്യമാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ എന്നാ ചെയ്തിരിക്കണത്? ഓൺലൈൻ ഉടമ്പടിയാണ് ഇപ്പോൾ തരപ്പെട്ടിരിക്കുന്നത്. അവർ ഓൺലൈൻ ഉടമ്പടി ചെയ്യും. ഓൺലൈൻ ഉടമ്പടി ചെയ്യാൻ കാര്യം എന്താണ്? ഒരു OETയുടെ സാക്ഷ്യം ആരോ നമുക്കറിയാമല്ലോ. നമ്മുടെ യൂട്യൂബിലേക്ക് നമ്മളവിടെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാളിലൂടെ ആ സാക്ഷ്യം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാക്ഷ്യം അവർക്ക് കിട്ടും. അത് ഞാൻ പറഞ്ഞു നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. നിങ്ങളുടെ ഓരോ ഷെയറിങ്ങിലൂടെ എത്രയോ മനുഷ്യരെ രക്ഷപ്പെടുന്നത്. ഇവർക്ക് ഉടമ്പടിയുമായിട്ട് യാതൊരുമില്ല. അതായത് ഈ ഷിമി അനീസ് എന്ന് പറയുന്ന കക്ഷിക്ക് സിമി അനീഷിന് ഉടമ്പടിയുമായിട്ടൊരു ബന്ധമില്ല. പക്ഷെ അവിടെ യൂട്യൂബ് വാളിലേക്ക് ഒരു സാക്ഷ്യം വരും. അവർ OETയുടെ സാക്ഷ്യമാണ്. യൂട്യൂബിനൊരു പരിപാടി ഉണ്ടല്ലോ, നമ്മളൊരു സാക്ഷ്യം കണ്ട പിന്നീട് അതേ ഫാമിലിയിലുള്ള കുറേ സാക്ഷ്യങ്ങൾ നമുക്ക് പിന്നെ കൊണ്ടുവന്നിട്ട് തരും. അപ്പോൾ ഇവർ OETയുടെ ഒരു സാക്ഷ്യം കണ്ടപ്പോൾ തന്നെ OETയുടെ പല സാക്ഷ്യങ്ങൾ കാണാൻ തുടങ്ങി. അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് സത്യമായ കാര്യമാണ് OET ഉടമ്പടി എന്ന് പറയുന്നത്. പക്ഷെ അവൾക്ക് പോകാനും ഒന്നും പറ്റണില്ല. OET പാസ്സാകണില്ല. 2 പ്രാവശ്യം തോറ്റു OET എഴുതിയിട്ട്. അപ്പോൾ 2 പ്രാവശ്യം OET തോറ്റു കഴിഞ്ഞപ്പോഴാണ് അവൾ ഓൺലൈൻ ഉടമ്പടി എടുത്തത്. ഓൺലൈൻ ഉടമ്പടി എടുത്ത ദിവസം രാത്രി ഒരു സംഭവം നടന്നു. എന്താണ് രാത്രി നടന്നത്? ഇവളെ കാണാത്ത മാതാവിനെ അവിടെ സ്വപ്നം കണ്ടിട്ട് സ്വപ്നത്തിൽ ഇങ്ങനെ എഴുതി കാണിച്ചു, 100% B എന്ന് എഴുതി കാണിച്ചു. 100% B. അപ്പോൾ അവൾക്കത് മനസ്സിലായി, 100% B. പിന്നെ കണ്ടത് ഐസയ 44, 45, 46 സ്വപ്നമാണ്. ഇന്നത്തെ മനുഷ്യൻ സ്വപ്നം കാണുന്നത് കണ്ടില്ലേ? പണ്ടൊക്കെ ആൾക്കാർ സ്വപ്നം കണ്ടാൽ പിറ്റേ ദിവസം വന്ന് കുമ്പസാരിക്കേണ്ടി വരും. ഞാനിങ്ങനെ ഇത്ര സ്വപ്നം കണ്ടെന്ന് പറഞ്ഞു തോന്നി. ഇപ്പം ദൈവിക സ്വപ്നങ്ങളാണ് ആൾക്കാർ കാണുന്നത്. ഓൺലൈൻ ഉടമ്പടി എടുത്തുള്ളൂ. അപ്പം തന്നെ പറഞ്ഞ് B 100%. പിന്നെ കാണുന്നതാണ് റീഡ് ഇറ്റ്. ഐസയ 44, 45, 46. അപ്പോൾ അവൾ വിചാരിച്ചത് ഐസയ 44, 45, 44 അധ്യായം 45 വാക്യമാണ്. പക്ഷേ ബൈബിളിൽ നോക്കിയപ്പോൾ അങ്ങനെ വാക്യമില്ല. മൊത്തം വായിക്കാൻ പറഞ്ഞിരിക്കുകയും ഐസയ 44, 45, 46 വായിക്കാം. അപ്പം ഞാനിവിടെ രോഗികളെ കണ്ടുകൊണ്ട് ഇവിടെ നിൽപ്പുണ്ട് ഇവിടെ ഈ സാക്ഷ്യം പറയുമ്പോൾ. അപ്പോൾ എൻ്റെ മനസ്സിൽ കർത്താവ് പറഞ്ഞ് അവളോട് ഞാൻ പറഞ്ഞത് ഐസയ 45:2. എന്താണ് ഐസയ 45:2 വായിച്ചേ? ശ്രുതികട്ടെ. 45:2. ഞാൻ നിനക്ക് മുമ്പേ പോയി. പ്രൈസ് ദി ലോർഡ്. അതായത് ഇവളെന്താ ചെയ്തിരിക്കണത്? ഇവള് ഓൺലൈൻ ഉടമ്പടിയിലാണ് ചെയ്തിരിക്കണത്. ഓൺലൈൻ ഉടമ്പടിയുടെ അതിൻ്റെ പാക്കേജ് എന്താണ്? യോശുവ 1:9 ഐ വിൽ കം വിത്ത് യു വെയറെവർ യു ഗോ. അതാണ് ഉടമ്പടിയിൽ. എന്താണ്? നീ എവിടെ പോയാലും ഞാൻ നിന്റെ കൂടെ വരും. അതാണ് ഇപ്പൊ പറയണത്. എന്താണ് എന്ന് പറഞ്ഞേ? വായിച്ചേ. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. വായിച്ചോളൂ. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. അപ്പോഴേ ദൈവത്തെ അറിയാൻ വേണ്ടിയാണ് നിനക്ക് അടയാളങ്ങൾ തരണത്. അതെപ്പോഴും നമ്മൾ സാക്ഷ്യം പറയുന്നവർ ഉടമ്പടി എടുക്കുന്നവർ മനസ്സിലാക്കണം. എന്താണ്? നിൻ്റെ ദൈവമായ കർത്താവാണ് ഞാൻ, നിന്നെ പേര് ചൊല്ലി വിളിച്ച ദൈവമാണ് ഞാൻ എന്ന് നീ അറിയാൻ വേണ്ടി ഞാൻ നിനക്ക് മുമ്പേ പോകും. 2 പിത്തളവാതിലുകൾ തകർക്കും, ഇരുമ്പ് ഓടാമ്പലുകൾ ഒടിക്കും, മലകളെ ചവിട്ടി നിരത്തും, അന്ധകാരത്തിലെ നിധിയും പിന്നെന്താണ്? രഹസ്യം അജ്ഞാതമായ ധനശേഖരവും. എന്നുവെച്ചാൽ
നമ്മൾക്ക് സ്വന്തം നിലക്ക് സ്വന്തം കഴിവ് ശേഷി അനുസരിച്ച് പറ്റാത്ത കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടി ദൈവം ഉടമ്പടിയിലൂടെ ചെയ്യുമെന്നാണ് പറയുന്നത്. കൈ എട്ടിച്ച് കർത്താവ് മുമ്പേ പോകുന്ന അവിടുത്തെ സ്നേഹത്തിന് സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ മക്കളുടെ ഹൃദയം ഇങ്ങനെ പതഞ്ഞ്, ദൈവസ്നേഹത്താൽ പതഞ്ഞ്, എന്നാൽ ഞാൻ സത്യമായ വിശ്വാസത്തിലെ ദൈവത്തിന് വേണ്ടി ദൈവത്തെ സ്നേഹിച്ച് ജീവിച്ചിട്ട് കാര്യം എന്ന് നിങ്ങൾക്ക് തോന്നണം. അങ്ങനെ തോന്നി അപ്പോൾ നിങ്ങൾ ഡിസ്കസ് ഒന്നും ചെയ്യാൻ പോകരുത്. മറ്റുള്ള ആൾക്കാരോട് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്തില്ലേ? ഉടമ്പടി കാര്യം നീയും നിൻ്റെ ദൈവവുമായിട്ട് ചെയ്യണതല്ലേ. നിനക്ക് ദൈവത്തെക്കുറിച്ചും ഉടമ്പടിയെക്കുറിച്ചും മറ്റുള്ളവരോട് പറയാം, പക്ഷെ അതിനെക്കുറിച്ച് അറിവില്ലാത്തവരുടെ ഉപദേശം നിങ്ങൾ സ്വീകരിക്കരുത്. അപ്പം നിൻ്റെ ഉടമ്പടി നനഞ്ഞ പടക്കം പോലെ ആയിരിക്കും. കാര്യം നീ ഒരു പിശാചിനോടായിരിക്കും ചിലപ്പോൾ നീ സംസാരിക്കണത്. അവർ നിൻ്റെ ചിലപ്പോൾ ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരായിരിക്കാം. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ആ സാധനം പിശാചായിരിക്കാം. അപ്പോൾ ദൈവികമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അവർ അലർജറ്റിക് ആവും. അപ്പോൾ അനാവശ്യമായിട്ട് മനുഷ്യരോട് വാഗ്വാദത്തിനോ തർക്കത്തിനോ ഒന്നും പോകരുത്. പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് മറ്റവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, സുവിശേഷ വേല ചെയ്യാം. നിങ്ങൾ ചെയ്യണത് സന്തോഷത്തോടെ ചെയ്യണം, തീഷ്ണതയോടെ ചെയ്യണം. പിന്നെ നിങ്ങളുടെ ദൈവം നിൻ്റെ സത്യാവസ്ഥ വെളിപ്പെടുന്നവരെ നിന്നെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടിരിക്കാം. ഇതൊരു സീരിയസ് ആയിട്ടുള്ള ആധ്യാത്മിക രഹസ്യമാണ്. നിൻ്റെ സത്യാവസ്ഥ, നിൻ്റെ ദൈവം നിൻ്റെ സത്യാവസ്ഥ വെളിപ്പെടുന്നവരെ നിൻ്റെ അപേക്ഷ സ്വീകരിക്കാതെ നിന്നെ വെയിലത്ത് നിർത്തും. എന്ന് വെച്ചാൽ നീ സത്യത്തിൽ ആരാധിക്കുന്ന ആളല്ലെങ്കിൽ ഈ വെയിലത്ത് നിൽക്കുന്ന സമയത്ത് വീട്ടിൽ പോയി കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഉടമ്പടിയിൽ നിന്ന് പോയിക്കൊള്ളും. തന്നെത്താൻ ഉടമ്പടി എടുക്കുമായിരിക്കും. നിങ്ങൾ ദൈവം തന്നെ നിങ്ങൾ ചവിട്ടി ഉടമ്പടിയിൽ നിന്ന് കളയും. അതാണ് സംഭവം. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം അതാ. നിങ്ങൾ ഉടമ്പടി എടുക്കും, പക്ഷേ ഉടമ്പടി എടുക്കുന്നവരെ അത് സത്യസന്ധമായിട്ട് തീഷ്ണമായിട്ട് ഒന്നാമത്തെ ദൈവം 100% സബ്മിറ്റ് ചെയ്തിരിക്കണ കാരണം നമ്മളുടെ ഒരു സംഭവം ദൈവത്തിൻ്റെ കണ്ണിൽ പൊടിയിട്ട് ദൈവത്തിനെ മയക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ദൈവത്തിന് വേണ്ടി ഞാൻ അത് ചെയ്ത് ഇത് ചെയ്ത് രോഗികൾക്ക് കൊടുത്ത് ഭക്ഷണം കൊടുത്ത് ഉടുപ്പ് കൊടുത്ത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ദൈവമായിട്ട് വാഗ്വാദം ചെയ്ത്, അതായത് ദൈവം ഇതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ എന്നാണ് നീ ഒരു കണ്ടീഷനായിട്ട് നിൻ്റെ OIT പാസ്സാകാനും വീട് ജപ്തി മാറാനും വേണ്ടി നീ ഇപ്പോൾ അഭ്യാസം കാണിച്ച് കുറേ ഉടമ്പടി പ്രകാരം കുറേ സഹായങ്ങളൊക്കെ ചെയ്ത് എന്നാൽ നീ പഴയ വ്യക്തിയായിട്ട് തന്നെ നീ ജീവിക്കുകയാണെന്നൊക്കെ വിചാരിച്ചാലും ദൈവം ഈ സാധനം ടേക്കപ്പ് ചെയ്യത്തില്ല. കാര്യം സത്യത്തിലല്ല ഉടമ്പടി ചെയ്തിരിക്കണത്. അതുകൊണ്ട് നിന്നെ നിർത്തിയിട്ട് അതായത് നീ മാക്സിമം എനിക്ക് തോന്നിയിരിക്കുന്നത് കുറച്ചുകൂടി തീഷ്ണത കാണിക്കണം ദൈവത്തിൻ്റെ. നമ്മുടെ ഈ ഇപ്പോഴുള്ള ഒരു അവസ്ഥ, ഇപ്പം നിങ്ങൾ ഓരോ ഒരു ദൈവമായിട്ട് ഒരു കച്ചവടത്തിന് ഇറങ്ങിയിരിക്കണം. ചില ആൾക്കാർ ഇന്ന കാര്യം ഞാൻ ചെയ്തു, അതുകൊണ്ട് ഇന്ന കാര്യം നീ എനിക്ക് ചെയ്തു തരണം. ഞാൻ ഒരു ഓട്ടോറിക്ഷ ഇടിച്ച് ഒരു ഇടവക്കാരൻ മരിച്ച്, അപ്പോൾ ഞാൻ അവരുടെ അന്ന് വികാരിച്ചനാണ് അവരുടെ. അപ്പോൾ ഞാൻ അത് ഓടി അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ ഡെഡ് ബോഡിയുടെ മകൻ്റെ ഡെഡ് ബോഡിയുടെ കയ്യിലൊരു കുരിശ് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഒരു കുരിശ് പിടിക്കുമല്ലോ, ആ കുരിശിൽ ഈ അമ്മ കെട്ടി ഞാൻ കിടന്ന് കരയുകയാണ്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, എൻ്റെ അച്ഛോ എത്ര കുരിശ് വരച്ച് ഞാൻ കിടത്തിയ മകനാണ്, എത്ര കുരിശ് വരച്ചിട്ടാണ് ഞാൻ അവനെ കിടത്തിയതെന്ന്. എന്നിട്ട് ഇപ്പോൾ അവന് ഒരു കുരിശും രക്ഷിച്ചില്ലല്ലോ ഞാൻ ഇവർ കരയുകയാണ്. അതൊരു ബാർഗെയിനിങ് ശരിക്കും പറഞ്ഞു. എനിക്കവന് നല്ലവണ്ണം അറിയാം. അവൻ കുർബാനയ്ക്ക് വരണതാണ്, പക്ഷേ കുർബാനയ്ക്ക് പള്ളിയുടെ അകത്ത് കയറത്തില്ല. അവന് പെണ്ണിന് ലൈനടിച്ചിട്ട് പല വാതിക്കയിൽ മണിമാലിൻ്റെ അരികെ എന്നുകൊണ്ട് കുർബാന സമയം മുഴുവനും ചാറ്റ് ചെയ്യണ പരിപാടിയാണ് അവനെ ഉള്ളത്. ഞാൻ പറഞ്ഞു ആ തമിഴിൻ്റെ ഓർക്ക് ഇറങ്ങിയ ഭാഗ്യമായിപ്പോയി. അതാണ് പ്രശ്നം. നമ്മളിങ്ങനെ കുരിശിട്ട് കിടത്തിയെന്നൊരു കാര്യമില്ല. വിശുദ്ധി എന്ന് പറഞ്ഞാൽ ദൈവത്തിരുസന്നിധിയിലെ ഒരു മസ്റ്റാണ്. അത് വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം. നിൽക്കരുതാത്തർ നിൽക്കുമ്പോൾ യൂദയാലുള്ളവർ മലമുകളിലേക്ക് പോകാനാണ് ഈശോ പറയണത്, പ്രാർത്ഥിക്കാൻ പോകാൻ. വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണമല്ലേ? പരിശുദ്ധ കുർബാന എഴുന്നള്ളിരിക്കുമ്പോൾ കാമകേളിയായിട്ട് പള്ളിയുടെ പുറകെ ഇരുന്നുകൊണ്ട് ചാറ്റാൻ പോകുമ്പോഴേ എന്താ സംഭവിക്കണത്? അത് വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണമാണ്.
ആ പിശാചത്തിന് അശുദ്ധ ലക്ഷണം വരുമ്പോൾ അവൻ്റെ സംരക്ഷണം പോയി. അപ്പോൾ വഴിയെ പോണ വയ്യാവരി എല്ലാം വലിഞ്ഞവൻ്റെ പിടർക്ക് കയറും. നിങ്ങളായിട്ട് നിങ്ങളുടെ സംരക്ഷണം നഷ്ടപ്പെടുത്തരുത്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് ഉദ്ദേശിച്ചത് ഇതാണ്. അതുകൊണ്ട് ഇപ്പം നിർത്തിയത്. അതായത് സത്യത്തിലും നീതിയിലും വിശുദ്ധിയിലാണ്. ഉടമ്പടിയിൽ അതർഹിക്കുന്ന വിശുദ്ധിയോടുകൂടി വേണം നമ്മൾ ഉടമ്പടിയെ ക്രാക്ക് ചെയ്യാൻ. അപ്പോൾ ഉടമ്പടി ഓട്ടോമാറ്റിക്കായിട്ട് ഫെയർ ആകും. ഒഴിച്ചെഴുതി 2 പ്രാവശ്യം തോറ്റു. എന്നിട്ടാണ് അവർ ഒരു ഓൺലൈൻ ഉടമ്പടി എടുത്തിരിക്കുന്നത്. ഓൺലൈൻ ഉടമ്പടി എടുത്ത വിശ്വാസിൻ്റെ ആദ്യ സ്വപ്നം എന്താണ്? 10% ബി. പിന്നെയുള്ളത് എന്താണ്? SAR 42. അവിടെ റിസൾട്ട് എന്താ? അടുത്ത അറ്റംപ്റ്റിനെ പരിശുദ്ധ അമ്മ സ്വപ്നത്തെ വെളിപ്പെടുത്തിയ പോലെ എല്ലാം ബി, എല്ലാം 10% ബി. അതുപോലെ പെട്ടെന്ന് വിസ പ്രോസസ്സായി. അന്ധകാരത്തിലെ നിധിയും അജ്ഞാതമായ ധനശേഖരവും അവർക്ക് മുമ്പേ ദൈവം പോയി മലകളെ ഉടച്ചു, തടസ്സങ്ങളെ മാറ്റി, പിച്ചളവാതിലുകൾ, അതായത് അവർക്ക് പറ്റാത്ത എല്ലാം ക്രാക്കാക്കി കളയും. നമുക്ക് പറ്റാത്ത കാര്യങ്ങളെ ദൈവം ഏറ്റെടുക്കും. അതാണ് ഉടമ്പടിയുടെ സംഭവം. അതാണ് ഇരുമ്പോടാമ്പര ഉടക്കുകയും പിച്ചളവാതിലുകൾ ഒടിക്കുകയും ചെയ്യുക. അന്ധകാരത്തിൽ നമ്മുടെ കണ്ണുമ്പിലില്ലാത്ത ധനശേഖര നിധി നമുക്ക് അവകാശമാക്കണത്. അപ്പോൾ അത് ഞാൻ നിനക്ക് മുമ്പേ പോകും. എന്തിൻ്റെ ബേസിലാണ്? നിൻ്റെ ഉടമ്പടിയുടെ നീതിയുടെ ബേസിൽ, നിൻ്റെ ഉടമ്പടി സത്യത്തിൻ്റെ ബേസിൽ, നിൻ്റെ ഉടമ്പടിയുടെ വിശുദ്ധിയുടെ ബേസിൽ കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. അഭിഷേകത്തിൻ്റെ ആരാധനയ്ക്ക് നമുക്ക് ആലപിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, രോഗമുള്ളിടത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഉദരവേദനയുള്ളവരെ, ചിലപ്പോൾ ഗർഭനാളുകൾ സിസ്റ്റമുള്ളവർ, പാൻക്രിയാസിൻ്റെ രോഗികൾ, പിസ്റ്റില രോഗികൾ, കിഡ്നി രോഗികൾ എല്ലാവരും ഉദരത്തിലെ അതിൻ്റെ പ്രത്യേക സ്ഥാനങ്ങളിൽ കൈകൾ വെച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കേണ്ടതാണ്. ആർസിസ് രോഗികൾ, അൾസർ രോഗികൾ, മഹോദര രോഗികൾ, എല്ലാം ഉദര സംബന്ധമായ എല്ലാ രോഗമുള്ളവർ നമ്മുടെ വയറിൻ്റെ യഥാസ്ഥാനങ്ങളിലെ കൈവച്ചുകൊണ്ട്, ഓൺലൈനിലുള്ളവരും അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. രോഗത്തിൻ്റെ യഥാസ്ഥാനങ്ങൾ കൈവച്ചുകൊണ്ട് സ്തുതികട്ടെ. നല്ലവനായ ഈശോയുടെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈ അൾത്താറയെ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ, ഈ അൾത്താറയിൽ നിന്ന് ഉടമ്പടി എടുത്തു പോയിരിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിലെ മാരക രോഗങ്ങൾ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ.
സുഖമായി എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തുടരേ സുഖമായി എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലിവർ രോഗമുള്ളവരെ നെഞ്ചിൻ്റെ താഴെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അത് പ്രത്യേകിച്ചൊന്നും പ്രാർത്ഥിക്കേണ്ട, വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി. ശ്വാസകോശ രോഗിയുടെ പതിരയിൽ കൈവയ്ക്കുക. ഹൃദയരോഗമുള്ളവരെ ഇടത് നെഞ്ചിൽ കൈവയ്ക്കുക. തൈറോയ്ഡ് രോഗികളെ, ടോൺസിലൈറ്റ് രോഗികളെ, സ്പോണ്ടിലോസിസ് രോഗികളെ പിൻകഴുത്തിൽ തൊണ്ടയിലുമായി കൈവയ്ക്കുക. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസപ്രമാണം ചെയ്യട്ടെ, മറ്റുള്ളവർ സ്തുതിക്കട്ടെ. എൻ്റെ കർത്താവ് ഇതിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. മറ്റുള്ളവർ സ്തുതിക്കട്ടെ. കർത്താവ് 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയായി കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഈ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോയിരിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഉപവാസ സൽപ്രവൃത്തി പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ ശക്തിയാൽ മാരക രോഗങ്ങൾ ഈ നിമിഷം യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. പാടുക. സുഖമായി എൻ്റെ ഉള്ളം അരികിൽ ഉദയനേ സദയം തുടരേ സുഖമായി എൻ്റെ ഉള്ളം. സ്രാവ രോഗമുള്ളവരെ, രക്തസ്രാവമുള്ളവർ അടിവയറ്റിൽ, അർസസ് ഉള്ളവർ അടിവയറ്റിൽ, സ്രാവ രോഗങ്ങളുള്ളവർ, ചെവിയിൽ നിന്ന് വെള്ളം വരുന്നവരുണ്ട്, സൈനസിൻ്റെ അസുഖമുള്ളവരുണ്ട്, അഡിനോയിഡിൻ്റെ അസുഖമുള്ളവരുണ്ട്. അവർക്ക് മൂക്കിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ശിരസ്സിൽ സിസ്റ്റുള്ളവർ, ബ്രെയിനിൽ രക്തം കട്ട പിടിച്ചവർ, ബ്ലോക്ക് ചെയ്തവർ, എപ്പോഴും നിർത്താത്ത തലവേദനയും ചെന്നി കുത്തുന്ന പോലെ തലവേദനയുള്ളവർ, തലയുടെ ചൂട് കൊണ്ട് മുടി കൊഴിയുന്നവർ, അവർ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. അവന് മൂത്രത്തിൽ കല്ലുള്ളവർ, മൂത്രമൊഴിക്കുമ്പോൾ വേദനയുള്ളവർ, യൂറിനറി ഇൻഫെക്ഷൻ ഉള്ളവർ, യൂറിയയുടെ അസുഖമുള്ളവരെല്ലാവരും അടിവയറ്റ് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. നടുവേദനക്കാർ, ഡിസ്കിൻ്റെ ഡിസ്ലൊക്കേഷൻ ഉള്ളവർ, കിഡ്നി രോഗികളുടെ നടുവിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. എല്ലാവരും സ്തുതിക്കട്ടെ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് ദൈവനാമം മഹത്വപ്പെടുന്നതിന് വേണ്ടി ഈ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ, ലക്ഷക്കണക്കിന് പേര് ഉടമ്പടി എടുത്തുപോയവരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങളെ, തീരാവേദികളെ യേശുനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. സുഖമായി എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തുടരേ സുഖമായി എൻ്റെ ഉള്ളം. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് സ്തനത്തിലെ സിസ്റ്റുള്ളവരെ, ബ്രസ്റ്റിന് ക്യാൻസർ ഉള്ളവരെ, ശരീരത്തിൽ മുഴകളുള്ളവർ അവിടെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. ശരീരത്തിൽ എവിടെയെല്ലാം മുഴ ഉള്ളത് അവിടെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. തലനീറിറക്കക്കാർ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. പ്രഷർ കൂടുന്നവർ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്.
നടക്കുമ്പോൾ കിതക്കുന്നവർ, ഉറക്കമില്ലാത്തവരെല്ലാവരും നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. സർവാംഗ ഉച്ചമുതൽ ഉള്ളംകാല് വരെ സർവാംഗം രോഗികളുണ്ട്. അവരെ സ്വസ്തികയിൽ കൈനെഞ്ചത്ത് പിണച്ചു വെച്ച് പൂർണ്ണമായ ശരീരം കർത്താവിനെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. മക്കൾ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കേണ്ടതാണ്. മറ്റുള്ളവരെ സ്തുതിക്കട്ടെ, മറ്റുള്ളവരെ സ്തുതിക്കട്ടെ. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയായി കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തെ ഈ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ഇവിടുന്ന് മനുഷ്യരെ ഉടമ്പടി ചെയ്തു പോയ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ സൽപ്രവൃത്തികളുടെ ശക്തിയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിലെ മാരക രോഗങ്ങൾ യേശുനാമത്തിലെ പൂർണ്ണമായി വിട്ടുമാറട്ടെ. സ്തുതിക്കട്ടെ. സദയം പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോഴും പ്രാർത്ഥിക്കാൻ പോകുന്നത് ജീവിത ഭൗതിക സാഹചര്യങ്ങളുടെ വിടുതലിനും അഭിവൃദ്ധിക്കും തടസ്സങ്ങൾ നീങ്ങുന്നതിന് വേണ്ടിയും അഭിവൃദ്ധി പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കണം. ചുറ്റി നടപടി നേരിടുന്നവരെ, സ്ഥലം വിൽക്കാനുള്ളവർ, വാങ്ങാനുള്ളവർ, മക്കൾ വിദേശങ്ങളിൽ പഠിച്ചിട്ട് ജോലി കിട്ടാതെ ഇപ്പോഴും വിഷമിക്കുന്നവർ, വിസ എക്സ്പയറായിട്ട് വിളിച്ച് താമസിക്കുന്നവർ, വിസ എക്സ്പയർ ആകാൻ പോയിട്ടും ജോലി കിട്ടാത്തവർ, ഏജൻറ്റുമാർ കബളിപ്പിച്ചിട്ട് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പറ്റാതെ വിഷമിക്കുന്നവർ, നാട്ടിലൂടെ കയറിപ്പോകാനുള്ള പണം പോലും ഇല്ലാതെ സുഹൃത്തുക്കളുടെ ഔദാര്യത്തിൽ കഴിയുന്നവർ, നാട്ടിലെ കുടുംബത്തിൽ കലഹങ്ങൾ മാത്രം ഉണ്ടാക്കുന്നവർ, ലഹരി പദാർത്ഥം അടിപ്പെട്ടിരിക്കുന്നവർ, തകർന്നുപോയ കുടുംബങ്ങൾ, അവിശ്വസ്തരായ ഭാര്യാഭർത്താക്കന്മാർ, ഡൈവേഴ്സിന് കേസ് കൊടുത്തിരിക്കുന്നവർ, കേസ് വിധിയാകാൻ വേണ്ടി കാത്തിരിക്കുന്നവർ, ഭവനവും സ്ഥലവുമില്ലാത്തവർ, ഭവനത്തിൻ്റെ പണി നിന്ന് പോയവർ, കടകമ്പോളങ്ങൾ അടഞ്ഞു പോയവർ, വാടക ചീട്ടുമ്പേൽ ഇപ്പോഴും പണം കിട്ടാനുള്ളവർ, കടകളെല്ലാം അടഞ്ഞിട്ട് പുതിയ അതിൻ്റെ നിരത ദ്രവ്യങ്ങൾ തിരിച്ചു കിട്ടാത്തവർ, കേസിൽ അകപ്പെട്ടിരിക്കുന്നവർ, ജയിലിൽ കിടക്കുന്നവർ, ഈ ദിവസങ്ങളിൽ യാത്ര ചെയ്യാൻ പോകുന്നവർ, ട്രെയിനിൽ യാത്ര ചെയ്യാൻ പോകുന്നവർ, പ്ലെയിനിൽ യാത്ര ചെയ്യാൻ പോകുന്നവർ, വിസ ഇൻ്റർവ്യൂ പോലുള്ള വ്യത്യസ്തങ്ങളായ ഇൻ്റർവ്യൂകളും പരീക്ഷകളും അഭിമുഖീകരിക്കാൻ പോകുന്നവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, വിവാഹം ഒത്തുകല്യാണം വരുന്നവർ, കല്യാണമേ വരാതെ വിഷമിക്കുന്നവർ, മക്കളില്ലാത്തവർ, പല പ്രാവശ്യം ഗർഭമുണ്ടായിട്ട് അലസിപ്പോയവർ, മക്കളില്ലാത്തവർ, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവിക സമയമാണ്. ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, പുരുഷൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, പുരുഷൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, പുരുഷൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ, മാർഗ തടസ്സങ്ങൾ, ജീവിത ദുരിതങ്ങൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. മാർഗ തടസ്സങ്ങൾ, ജീവിത ദുരിതങ്ങൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. മാർഗ തടസ്സങ്ങൾ, ജീവിത ദുരിതങ്ങൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. തടസ്സങ്ങളും ചെല്ലരുത്. മുട്ടേ നിൽക്കുക. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്.
എന്തെങ്കിലും കാര്യങ്ങൾ അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട സമയമാണ്. സമാപനാശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഇപ്പോൾ നമ്മൾ നമ്പരപ്പെടുത്തുന്ന വിഷയങ്ങളും ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധിയിലും നീതിയിലും അവിടുത്തെ എപ്പോഴും ശുശ്രൂഷിച്ചുകൊണ്ട് ഈശോയെ ഞങ്ങളെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം നമുക്ക് ശിരസ്സ് നമിച്ച് സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. എൻ്റെ പേര് റിയ ടോം. ഞാൻ കോതമംഗലത്ത് നിന്നാണ് വരുന്നത്. എനിക്ക് 2021 ഓഗസ്റ്റിൽ എനിക്ക് എഞ്ചിനീയറിങ്ങിൻ്റെ മാസ്റ്റേഴ്സ് ഡിഗ്രി കാനഡയിൽ ചെയ്യാനുള്ള ഒരു അഡ്മിഷൻ യൂണിവേഴ്സിറ്റിയിൽ കിട്ടിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ 2021 നവംബറിൽ എൻ്റെ ഫസ്റ്റ് വിസ ആപ്ലിക്കേഷൻ ഞാൻ സബ്മിറ്റ് ചെയ്തു. എനിക്ക് ഒത്തിരി കരിയർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഒരു 8 ഇയേഴ്സിൻ്റെ കരിയർ ഗ്യാപ്പ് എനിക്കുണ്ടായിരുന്നു. ആ ഗ്യാപ്പിൽ തന്നെ എനിക്ക് കരിയർ പല മേഖലയിൽ ഞാൻ സ്വിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ആ റീസൺസൊക്കെ തന്നെ മതിയായിരുന്നു ധാരാളം എനിക്ക് വിസ റിജക്ഷൻ കിട്ടുവാനായിട്ട്. അങ്ങനെ എനിക്ക് വിസ റിജക്റ്റായി. ഫെബ്രുവരിയിൽ വിസ റിജക്ഷൻ വന്നതിന് ശേഷം ഞാൻ അബുദാബിയിലാണ്, ഞങ്ങൾ ഫാമിലിയായിട്ട് അബുദാബിയിലാണ്. ഞങ്ങൾ നാട്ടിൽ വന്നു. ഇവിടെ വന്ന് ഒത്തിരി ഏജൻസിനെയൊക്കെ ഞാൻ കോൺടാക്റ്റ് ചെയ്യെങ്കിലും ആരും എൻ്റെ കരിയർ ഗ്യാപ്പും എഡ്യൂക്കേഷൻ ഗ്യാപ്പും ഒക്കെ പരിഗണിച്ച് ആരും എന്നെ അസിസ്റ്റ് ചെയ്യാൻ റെഡി അല്ലായിരുന്നു. പിന്നീട് ഞാൻ മാർച്ച് 27-ാം തീയതി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയും നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് എൻ്റെ കാര്യങ്ങളെല്ലാം എനിക്ക് പല കോണ്ടാക്ട്സ് എനിക്ക് കിട്ടി. എനിക്കിതുവരെ അറിയില്ലാത്ത പലരും പോലും എന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ഹെൽപ്പ് ചെയ്ത്, ഏജൻ്റ് ആണെങ്കിലും സാർ ക്രിസ്ത്യൻ അല്ലായിരുന്നു എങ്കിലും സാർ എന്നോട് ഫസ്റ്റേ പറഞ്ഞു താൻ മാതാവിനോട് പ്രാർത്ഥിച്ചാൽ മതി, തനിക്ക് വിസ കിട്ടും എന്ന് എന്നോട് പറഞ്ഞ് എന്നെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഞാൻ വിസ മെയ് 23 എൻ്റെ സെക്കൻഡ് ആപ്ലിക്കേഷൻ ഞാൻ വിസയുടെ സബ്മിറ്റ് ചെയ്തു. ഞാൻ തിരിച്ച് പിന്നെ അബുദാബിക്ക് ഞാൻ പോയി. എനിക്ക് ക്ലാസ് സെപ്റ്റംബർ 6 എനിക്ക് ഓറിയൻറ്റേഷനാണ്. സെപ്റ്റംബർ 8 എൻ്റെ ഫസ്റ്റ് ക്ലാസ് ഷെഡ്യൂൾ വന്നത്. അപ്പോൾ അതിന് മുൻപേ ഒരു 2 വീക്സ് മുമ്പെങ്കിലും ഞാൻ അവിടെ ചെല്ലണം, എങ്കിലും എനിക്ക് എല്ലാ കാര്യങ്ങളും എല്ലാം ഫോർമാലിറ്റീസ് എല്ലാം തീർത്ത് എനിക്ക് സമാധാനമായിട്ട് എനിക്ക് അവിടെ ചെല്ലാൻ പറ്റുള്ളൂ. പക്ഷേ ഓഗസ്റ്റ് 17 വരെയും എനിക്ക് ഒരു റെസ്പോൺസും എൻ്റെ വിസയുടെ കാര്യത്തിൽ വന്നില്ല. മെയ് 23 സബ്മിറ്റ് ചെയ്ത സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഞാനിവിടെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചിരുന്നു. അന്ന് തന്നെ ഞാൻ രാവിലെ മെയ് 24-ാം തീയതി ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് ഞാൻ വന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചായിരുന്നു. എൻ്റെ പാസ്പോർട്ട് ഞാൻ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ 24-25 പേജ് ഞാൻ പാസ്പോർട്ട് ഇവിടെ തുറന്ന് വെച്ച് ഞാനന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എൻ്റെ ബർത്ത്ഡേ ജൂൺ 24-നാണ്. അപ്പോൾ എനിക്ക് ഓർക്കാൻ എളുപ്പമുള്ള ഒരു ഡേറ്റ്, അതാണ് ഞാൻ പാസ്പോർട്ടിലെ സ്റ്റാമ്പിംഗ് ഒന്നും ഇല്ലാത്ത ആ പേജ് വെച്ചാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എനിക്ക് ഒത്തിരി വർഷമായിട്ട് എൻ്റെ മനസ്സിലെ ആഗ്രഹമാണ് എനിക്ക് എഞ്ചിനീയറിംഗിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്യണമെന്നുള്ളത്. അത് എനിക്ക് ജോസഫ് അച്ഛൻ പറയുന്ന പോലെ എൻ്റെ ഭാഗത്ത് ഒരു മെറിറ്റും ഇല്ല. എൻ്റെ പ്രൊഫൈൽ അവർ ചെക്ക് ചെയ്യുമ്പോൾ ഡിമെറിറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആവുന്നത്. കരിയർ ഗ്യാപ്പ്, പിന്നെ കരിയർ ഞാൻ സ്വിച്ച് ചെയ്തത്, അതൊക്കെ തന്നെ വീണ്ടും എനിക്ക് വിസ പോകാനുള്ള കാരണങ്ങളേ ഉള്ളൂ. പക്ഷേ ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വിസ ഈ ഒരു പേജിൽ എനിക്ക് കാനഡ വിസ സ്റ്റാമ്പ് ചെയ്ത് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മാതാവ് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞാണ് ഞാൻ 24-ാം തീയതി ഇവിടുന്ന് പോകുന്നത്. അങ്ങനെ അവിടെ ചെന്ന് ഓഗസ്റ്റ് 17 ഒരു റെസ്പോൺസും ഇല്ല. ജൂണും ജൂലൈ ഓഗസ്റ്റിൽ വെച്ചവർക്ക് പോലും വിസ വന്നു തുടങ്ങി. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഉടമ്പടി കഴിഞ്ഞിരുന്നു, കാലാവധി കഴിഞ്ഞിരുന്നു.
ഓഗസ്റ്റ് 17 ഞാനിങ്ങനെ വളരെ ടെൻഷൻ അടിച്ചിരിക്കുമ്പം പെട്ടെന്ന് എനിക്ക് മനസ്സിൽ വന്നു ഓൺലൈൻ ഉടമ്പടി എനിക്ക് എടുക്കാം. കാരണം ഞാനിപ്പോൾ എനിക്ക് പേഴ്സണലി ഇവിടെ വരാൻ പറ്റില്ലെങ്കിലും എനിക്ക് ഗൾഫിലിരുന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് രണ്ടാമതൊരു ഓൺലൈൻ ഉടമ്പടിയാണ്. ഞാൻ ആ സ്പോട്ടിൽ തന്നെ ഞാൻ ഓൺലൈൻ ഉടമ്പടിക്ക് ഞാൻ രജിസ്റ്റർ ചെയ്തു. എനിക്ക് 16-ാം തീയതിയാണ് ഞാൻ റിക്വസ്റ്റ് റേസ് ചെയ്ത്. 17-ാം തീയതി എനിക്ക് ഓൺലൈൻ ഉടമ്പടി ആയി എന്നും പറഞ്ഞ് എനിക്ക് 7:30 ഗൾഫിലെ ടൈം 7:30ക്ക് എനിക്ക് ഇമെയിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിൽ ഭയങ്കര ഒരു സമാധാനം. ഇനിയിപ്പോൾ വിസ റിജക്റ്റ് ആയാലും അപ്രൂവ് ആയാലും അതെനിക്ക് പ്രശ്നമില്ല, മാതാവ് ഏറ്റെടുത്തു, എൻ്റെ കാര്യം എല്ലാം നടന്നു എന്നുള്ള മനസ്സിൽ ഭയങ്കര ഒരു സമാധാനം. അപ്പോൾ തന്നെ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റും ഞാൻ ഇട്ടു. ഞാൻ ഉടമ്പടി കാശുരൂപം ഇടുന്ന ഒരു കവറാണിത്. അപ്പോൾ ആ കവറിനകത്ത് എനിക്ക് ഒത്തിരി സമയമില്ല, ഒത്തിരി ദിവസം എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ് ഡേ 18/8/2022 ആ ദിവസം തീരുന്നതിന് മുൻപ് മാതാവേ എനിക്ക് ഡിസിഷൻ ഇമെയിൽ അതെന്തുമായിക്കോട്ടെ ഞാനത് ദൈവത്തിൻ്റെ സ്വരമായിട്ട് ഞാൻ കണക്കാക്കിക്കോളാം, പക്ഷേ എനിക്കൊരു ഇമെയിൽ വരണം. കാരണം ഡിലേ ആയാൽ എങ്ങാനും ഞാൻ ക്ലാസ്സിന് രജിസ്റ്റർ ചെയ്താൽ എൻ്റെ എമൗണ്ട് ഒരു വർഷത്തെ ഫീസ് മൊത്തം ഞാൻ അടച്ചു, അതെല്ലാം എനിക്ക് നഷ്ടമായി പോവും. പിന്നെ ഓടിയെത്താൻ സമയമില്ല, ഒരു 15 to 20 ഡേയ്സെങ്കിലും എടുക്കും വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടണമെങ്കിൽ തന്നെ. അപ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടാവും. മാത്രമല്ല എൻ്റെ IELTSൻ്റെ സ്കോറും എല്ലാം ഇതോടെ എക്സ്പയർ ആവുകയാണ്. എനിക്കിനി ഒരു ചാൻസ് ഇല്ല, എൻ്റെ ലാസ്റ്റ് ചാൻസാണ്. എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു, ഒത്തിരി വർഷങ്ങളുടെ എൻ്റെ സ്വപ്നമായിരുന്നു. അപ്പോൾ മാതാവ് ഇതൊന്ന് പരിഗണിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റും ഞാൻ ഇട്ടു. അങ്ങനെ പിറ്റേ ദിവസം 18-ാം തീയതി പിന്നെ എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു എനിക്ക് നാളെ ഏതായാലും വിസ വരും. അപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു അതെങ്ങനെയാണ് വരുന്നത്, മെയിൽ എൻ്റെ തൊട്ട് മുമ്പുള്ളവർക്ക് പോലും ഇതുവരെ വിസ വന്ന് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്, വേറൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല. പിന്നെ പിറ്റേ ദിവസം എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട്, പക്ഷേ ഞാൻ തന്നെ പറഞ്ഞു മാതാവ് ഏറ്റെടുത്ത കാര്യമാണ്, എനിക്ക് കിട്ടും. പിന്നെ ഞാൻ മൊത്തം നേരം അന്നത്തെ ദിവസം എൻ്റെ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ സമ്പൂർണ്ണ ജപമാലയും അതോടൊപ്പം തന്നെ മാതാവിൻ്റെ ഇവിടുത്തെ കൃപാസനത്തിലെ സാക്ഷ്യങ്ങളും മൊത്തം ദിവസം ഞാൻ കണ്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ 18-ാം തീയതി രാത്രിയിൽ എൻ്റെ ഹസ്ബൻഡ് ഓഫീസ് കഴിഞ്ഞ് വരുമ്പം ഒത്തിരി ലേറ്റ് ആവും. അപ്പം ഒരു 11 മണിയായപ്പോഴാണ് വന്നത് രാത്രിയിൽ. അങ്ങനെ 11:45 ഞങ്ങൾ കുരിശ് വരയ്ക്കാനിരുന്നു. 12 മണിയായപ്പോഴും കുരിശ് വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ക്ലോക്കേ നോക്കി, മാതാവ് ഞാൻ ഈ ഡേറ്റ് ഇട്ടതായില്ല, മാതാവ് ഇല്ല ഒരിക്കലും ഞാൻ സംശയിക്കില്ല, ഞാൻ വിശ്വാസമാണ് മാതാവ് എന്നെ രക്ഷിക്കും എന്ന് തന്നെ വിശ്വസിച്ച് 12:15 കുരിശ് വര കഴിഞ്ഞ് ഞാൻ പയ്യെ എൻ്റെ ഫോൺ പോയി ചെക്ക് ചെയ്തപ്പം ഫസ്റ്റ് ഇമെയിൽ വിസ ഓഫീസിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു വിസയുടെ ഡിസിഷൻ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഇമെയിൽ ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് വിസ അപ്രൂവ് ആയിട്ടുണ്ട്. അത് ഞാൻ എഴുതിയ 18-ാം തീയതി എന്നൊരു ഡേറ്റ് ഞാൻ പറഞ്ഞു. 1 മിനിറ്റ് താമസിച്ചിരുന്നെങ്കിൽ അത് 19-ാം തീയതിയിലോട്ട് പോകുമായിരുന്നു. കറക്റ്റ് മാതാവ് അത്രയും കറക്റ്റായിട്ട് എനിക്ക് 18-ാം തീയതി തന്നെ, ഒരു പക്ഷേ എൻ്റെ വിശ്വാസത്തെ ഉയർത്താനായിരിക്കാം, ഒരു പക്ഷേ പകൽ വന്നിരുന്നെങ്കിലും എനിക്ക് അത്രയും എനിക്ക് അതിൽ വ്യത്യാസം മനസ്സിലാവും. 18-ാം തീയതി തീർന്ന് 19-ലേക്ക് കിടക്കുന്ന ആ 12 മണിക്കാണ് കറക്റ്റ് എനിക്ക് വിസ ഇമെയിൽ വരികയും എനിക്ക് അപ്രൂവൽ വരികയും ചെയ്തത്. അത് എനിക്ക് എൻ്റെ വിശ്വാസത്തെയും എൻ്റെ ഹസ്ബൻഡിൻ്റെ വിശ്വാസത്തെയും വളരെയധികം ഉയർത്താൻ സാധിച്ചു. ഞാൻ അന്നിപ്പോൾ ഹസ്ബൻഡിനെ കാണിച്ചു, ഇതാണ് ഞാൻ ഉടമ്പടി കാശുരൂപത്തിൻ്റെ അടുത്ത് ഞാൻ ഈ ഡേറ്റ് ഇട്ട് വെച്ച് പ്രാർത്ഥിച്ചതാണെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഞാൻ എടുത്ത് കാണിച്ചു. ഹസ്ബൻഡിനും അത് വലിയൊരു അത്ഭുതമായിട്ട് ഹസ്ബൻഡിൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ അത് സഹായിച്ചു.